ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ അതീവ നിർണായകവും ആശങ്കാജനകവുമായ ഒരു നീക്കവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഗാസയിലെ സൈനിക നിയന്ത്രണം 70% വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക, ഗാസയെ ഭാവിയിൽ ഇസ്രായേലിന് ഭീഷണിയാകാത്ത രീതിയിൽ മാറ്റിയെടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ നീക്കമെന്നാണ് ഇസ്രായേലിന്റെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഈ പുതിയ ഉത്തരവ് മിഡിൽ ഈസ്റ്റിൽ കനത്ത ആശങ്കകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് സൈനിക നടപടി വ്യാപിപ്പിക്കുന്നതിലൂടെ ഇസ്രായേൽ പ്രതിരോധ സേന ഗാസയിലെ തന്ത്രപ്രധാനമായ ജനവാസ മേഖലകളിലും അതിർത്തി പ്രദേശങ്ങളിലും തങ്ങളുടെ സ്വാധീനം ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള കനത്ത സമ്മർദ്ദങ്ങളും വെടിനിർത്തൽ ചർച്ചകളും സജീവമായി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നിർണായക പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഈ സൈനിക മുന്നേറ്റത്തിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം ഗാസയിൽ അത്യാധുനിക ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വലിയ തോതിൽ വിന്യസിക്കുന്നുണ്ട്. കരയുദ്ധം ശക്തമാക്കുന്നതിനായി തങ്ങളുടെ പ്രധാന യുദ്ധ ടാങ്കായ മെർക്കാവ മാർക്ക് 4 ടാങ്കുകൾ ഇസ്രായേൽ വൻതോതിൽ രംഗത്തിറക്കിയിട്ടുണ്ട്. ശത്രുക്കളുടെ ആന്റി ടാങ്ക് മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ട്രോഫി ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഘടിപ്പിച്ചവയാണ് ഈ മെർക്കാവ ടാങ്കുകൾ. ഇതിനു പുറമെ വായുവിൽ നിന്നും കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതിനായി അമേരിക്കൻ നിർമ്മിത F-35 ലൈറ്റ്നിംഗ് II സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളും ഈ സൈനിക നീക്കത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറക്കാനും നൂതന സെൻസറുകൾ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കാനും കെൽപ്പുള്ളവയാണ് ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ. ഹമാസിന്റെ ഭൂഗർഭ തുരങ്ക ശൃംഖലകളെ തകർക്കാൻ ശേഷിയുള്ള GBU-39 സ്മോൾ ഡയമീറ്റർ ബോംബുകളാണ് ഈ വിമാനത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത്. 250 പൗണ്ട് ഭാരമുള്ള ഈ ഗൈഡഡ് ബോംബുകൾക്ക് വളരെ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കാനും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. അതേസമയം യുദ്ധരംഗത്തെ ഈ പുതിയ സംഭവ വികാസങ്ങൾ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കുകയാണ്. പുതിയ സൈനിക നിർദ്ദേശത്തെ തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് വീണ്ടും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരുന്നത്. നിലവിൽ തന്നെ അഭയാർത്ഥികളായി കഴിയുന്ന ഇവർക്ക് പോഷകാഹാരക്കുറവും ശുദ്ധജല ലഭ്യതയില്ലായ്മയും വലിയ വെല്ലുവിളിയായി തുടരുന്നു. ഇതിനകം തന്നെ ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ജീവൻ കവർന്ന ഈ പോരാട്ടം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് പട്ടിണിയും പകർച്ചവ്യാധികളും അതിരൂക്ഷമാക്കുമെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ആഗോള സംഘടനകൾ ഉടൻ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും മാനുഷിക സഹായങ്ങൾ തടസ്സമില്ലാതെ എത്തിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ലക്ഷ്യം കാണുന്നതുവരെ സൈനിക നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന ഉറച്ച നിലപാടിലാണ് ഇസ്രായേൽ ഭരണകൂടം. ഈ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾ എങ്ങുമെത്താതെ ഉലയുകയാണ് ചെയ്യുന്നത്.